അവിടെയാണ് ഈ പോത്തുകളെല്ലാം വെള്ളം കുടിക്കാനൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിട്ട് കഴിഞ്ഞ 4 ദിവസം വെള്ളം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ കയറിപ്പോയില്ല. ആ പുള്ളിക്കാരൻ കണ്ട് സാക്ഷിയാണ്. ചോദിച്ചു നോക്ക്. ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അടയ്ക്ക വെറുക്കാൻ പോയി. അന്നേരം കാർച്ച കേട്ട, അല്ലെങ്കിൽ ആ മനുഷ്യൻ അവിടെ കിടക്കൂലായിരുന്നോ? രാജവെമ്പാലേനെ കഴിഞ്ഞ ദിവസം 4 എണ്ണത്തിനെ പിടിച്ചോണ്ട് പോയത്. മൃഗങ്ങളെ, വന്യമൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന്, വന്യമൃഗങ്ങളെ മാത്രമല്ല പാമ്പുകൾ എന്നുള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ പകുതി ഈ വഴി അങ്ങ് വളവ് തിരിഞ്ഞ് പോയി ഇറക്കി വിടുക. പേടിയാണ് ഇപ്പം പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ. ഞങ്ങളുടെ കുടിവെള്ളം എല്ലാം മലയിലാണ്. ഞങ്ങൾക്കിപ്പം വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ആരും പുറത്തിറങ്ങുന്നില്ല. വയസ്സ് ചെന്നവരും എല്ലാവരും ഉണ്ട്, പിള്ളേരും എല്ലാവരും ഉണ്ട്. എല്ലാ ജീവികളെ കൊണ്ടും ഭയങ്കര കഷ്ടമാണ് ഞങ്ങൾക്ക്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാണ്ട് ഇനി ഞങ്ങൾ അടങ്ങിയിരിക്കൂല. അത്ര ഞങ്ങൾ ഇന്നലെ രാത്രി കിടന്നുറങ്ങിയിട്ടില്ല. ആ മനുഷ്യനെ കൊണ്ടുവരുന്നതും കയറിപ്പോണതും ഞങ്ങൾ കണ്ടതാണ്. കൊണ്ടുവന്നില്ല, കൊണ്ടുവരുന്ന മുറ്റത്തോടെ മുഴുവൻ വിളിട്ടും എല്ലാം ആയിട്ട് കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾ കണ്ടാണ്. ഇനി ഞങ്ങൾ അടങ്ങിയിരിക്കില്ല. ഇത്രയും നാളും ഞങ്ങളെല്ലാം കേട്ടും സഹിച്ചും എല്ലാം ഇരുന്നു. ഇനി ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കാണ്ട് ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും ഇറങ്ങും സമരത്തിന്. വെള്ളം ശേഖരിക്കുന്ന കാട്ടിൽ അങ്ങ് മലയെ കയറി പോകണം, ഒത്തിരി ദൂരം പോകണം. അവിടെയാണ് ഈ പോത്തുകളെല്ലാം വെള്ളം കുടിക്കാനൊക്കെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയായിട്ട് കഴിഞ്ഞ 4 ദിവസം വെള്ളം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ കയറിപ്പോയില്ല. നിരന്തരം ഈ കാട്ടുപോത്തിൽ ആക്രമണം ഉണ്ടാവുന്നുണ്ടോ അവിടെ? ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരാളെ ഇവിടുന്ന് കൊന്നു, ഒരാളെ ഡാമിൽ നിന്ന് കുത്തി പരിക്കൊക്കെ ഏൽപ്പിച്ച് ടൂർ വന്നവരെ അവരെ ആസ്പത്രിയിൽ കൊണ്ടുപോയി. പിന്നെ ഇവിടെ ഇപ്പോൾ പറമ്പ് സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഈ ഒരാളെ. കാട്ടുപോത്ത് ഒറ്റയ്ക്കാണോ അതോ കൂട്ടമായിട്ടാണ് വരുന്നത്? 5-8 എണ്ണം ഉണ്ട്. ആ പുള്ളിക്കാരൻ കണ്ട് സാക്ഷിയാണ്. ചോദിച്ചു നോക്ക്. അത് ഞാൻ പോത്തിനെ ഞാൻ കണ്ടിട്ടില്ല, പുള്ളിക്കാരൻ നേരിട്ട് കണ്ടതാ. വനവകുപ്പ് ഉദ്യോഗസ്ഥരോട് എന്താണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? അവരോട് പറഞ്ഞിട്ട് അവർ വന്ന് 2 പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങോട്ട് പോകും. അവർ പിന്നെ അങ്ങ് അവിടെ വന്ന് നോക്കാനോ വെറുക്കാനോ ഒന്നും നിൽക്കില്ല. ഈ കുന്നും മലയല്ലേ, ഒന്ന് കണ്ടാൽ പോലും ഓടാൻ പറ്റില്ല. ഇപ്പം അമ്മച്ചിയുടെ കാല് ഒടിഞ്ഞിട്ട് കമ്പി ഇട്ടേക്കുക. എന്നിട്ട് ആ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അടയ്ക്ക വെറുക്കാൻ പോയി. അന്നേരം കാർച്ച കേട്ട, അല്ലെങ്കിൽ ആ മനുഷ്യൻ അവിടെ കിടക്കൂലായിരുന്നോ? ഞങ്ങൾക്കൊന്നും പറയാനും വെറുക്കാനും ഒന്നും പറ്റുന്നില്ല. ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കാണ്ട് ഞങ്ങൾ ഇനി പുറകോട്ടില്ല. ഞങ്ങൾ മുമ്പോട്ട് തന്നെ നിൽക്കും. പ്രതിഷേധ സമരത്തിലോട്ട് പോകും. നടക്കുന്ന അനുശോചന പരിപാടികളൊക്കെ പങ്കെടുക്കും. അതിപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങളും എല്ലാവരോടെ ഇറങ്ങി ധരണ ഇരിക്കാനും ഉള്ള ഇതിലൊക്കെ അങ്ങ് പോകും. അപ്പം അടക്കിന് പോയി ഇന്നുണ്ടോയെന്ന് അറിയത്തില്ല, അടക്കമുണ്ടോയെന്ന് അറിയത്തില്ല. അടക്ക് കഴിഞ്ഞാലും ഞങ്ങൾ ഇതിലോട്ടിഞ്ഞ് ഞങ്ങൾ പുറകോട്ടില്ല. ഞങ്ങൾ ഇത്ര നാൾ ഞങ്ങൾ മടുത്തു. ഞങ്ങൾ എന്തെങ്കിലും കഷ്ടപ്പെട്ട് ഉണ്ടാക്കും, അത് മുഴുവനും കാട്ടുമൃഗങ്ങൾ വന്ന് തിന്നുക. ഞങ്ങൾക്ക് ഒന്നുമില്ല പറമ്പിലിപ്പം, ഒരാദായമില്ല. ഞങ്ങളെങ്ങനെ ജീവിക്കും? പന്നി, പിന്നെ പാമ്പ്, പെരുമ്പാമ്പ്, രാജവെമ്പാലേനെ കഴിഞ്ഞ ദിവസം 4 എണ്ണത്തിനെ പിടിച്ചോണ്ട് പോയത്. അവരിവിടെ കൊണ്ടുവന്നിട്ട് ഈ കാടിൻ്റെ ഇങ്ങോട്ട് വിടും. മലയണ്ണം വന്ന് തേങ്ങ മുഴുവനും തുളച്ചിടുന്നു. കുരങ്ങ് വന്ന് ചക്ക പറമ്പിലും എല്ലാം നശിപ്പിക്കുന്നു. പന്നി വന്ന് എല്ലാം കുത്തി നശിപ്പിക്കുന്നു. ഇപ്പം കാട്ടുപോത്തോടെ വന്ന് ഞങ്ങളെങ്ങനെ ജീവിക്കും? ഞങ്ങൾക്ക് ആകപ്പാട് 10-30 സ്ഥലമുള്ളൂ. ഞങ്ങൾക്ക് മുഴുവനും മൂളി മലയില. അങ്ങോട്ട് ഇപ്പം കയറി പോകാനും പറ്റൂലാത്ത ഒരവസ്ഥ. കുടിവെള്ളം ഇല്ല. അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനമാക്കട്ടെ എല്ലാവരോടെ കൂടി. ഞങ്ങൾ പുറകോട്ടില്ല, ഞങ്ങൾ മുമ്പോട്ട് തന്നെ വെക്കും. അല്ല, ആൾക്കാർ എന്തോരം ചത്താലും അവർക്ക് പ്രശ്നമില്ലെന്നേ. മൃഗത്തിനെ കൊല്ലരുന്നേ ഉള്ളല്ലോ. ഒരു പാമ്പിനെ പോലും കൊന്നാൽ അത് പ്രശ്നമാണ്. ഞങ്ങൾ മൂർഖനൊക്കെ അതേ കഴിഞ്ഞ ദിവസം റോട്ടിൽ കിടക്കണം. ഈ പേടിച്ചിട്ട് ഇതുങ്ങൾക്ക് കാവൽ താഴെ കൊണ്ടുവിടണം. ഇതുങ്ങളെ അമ്മമാർ രാവിലെ പാമ്പിനെ കണ്ടു ഒരു ദിവസം തന്നെ 2-3 രാജവെമ്പാലേനെയാണ് കാണുന്നത്. ഇന്നലെ പെരുമ്പാമ്പ്, അവർ ഫോറസ്റ്റുകാർ പോയില്ല. അതിന് മുമ്പ് അവർ പറഞ്ഞതേ ഒരു തടിക്കഷ്ണം കിടക്കണമെന്ന്. ഇവരടുത്ത് ചെന്ന് നോക്കുമ്പോൾ പെരുമ്പാമ്പ് കിടക്കുക. കോഴീനെ ഇവിടെ ലിറ്റിയുടെ വീട്ടിൽ കോഴിക്കൂട്ടി കയറി കോഴീനെ പിടിക്കുക. എന്തല്ല മൃഗങ്ങളും പാമ്പുകളും എല്ലാം ഞങ്ങൾ മടുത്തു. അവർ ഈ വളവിൽ കൊണ്ട് അങ്ങ് വിട്ടിട്ട് പോകുന്നത്. അതുങ്ങൾ വെള്ളം ഇല്ലാണ്ട് ഇറങ്ങി ഞങ്ങളുടെ വീട്ടിലോട്ട് വരും. ഇവിടെ നേരെ ഇറങ്ങി ഇങ്ങോട്ടല്ലേ വരുന്നത്. ഇവരുടെ വീട് കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ നേരെ മൂർഖൻ പാമ്പ് പത്തി വിടത്തി മുറ്റത്ത് കിടക്കുക. പുറത്തുനിന്ന് വിളിക്കുന്ന വെള്ളമൂർഖനാന്ന് പറഞ്ഞത്. കൊച്ചിൻ്റെ നേരെ മുറ്റത്ത് കിടക്കുക. കൊച്ചു ഇവിടുന്ന് ഇങ്ങനെ കയറുമ്പോൾ ഇവിടെ കിടക്കുക. ഈ കൊച്ചിൻ്റെ മുമ്പിൽ കക്കയം വനസംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മൃഗങ്ങളെ, വന്യമൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന്, വന്യമൃഗങ്ങളെ മാത്രമല്ല പാമ്പുകൾ എന്നുള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാ ഈ പകുതി ഈ വഴി അങ്ങ് വളവ് തിരിഞ്ഞ് പോയി ഇറക്കി വിടുക. അതെല്ലാം ഇങ്ങനെ ഇറങ്ങി പോവുക. ഞങ്ങളും ടാക്സ് കൊടുത്ത് ജീവിക്കുന്നവരാണ്, നികുതി കൊടുത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് 5 ഏക്കർ സ്ഥലം മലയിലുള്ളത്. എല്ലാ ആദായങ്ങളും ഉള്ള. ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ല. 37 തെങ്ങുണ്ട്. ഒരരയ്ക്കാൻ ഒരു തേങ്ങയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്ന എന്തിനാ?
എൻ്റെ ഹസ്ബൻഡ് കോപ്പറേറ്റീവ് കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 4:30 അലാറം വെച്ച് പോയി ടാപ്പിംഗ് കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ടാപ്പിങ്ങിന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 4 കാട്ടുപോത്താണ് മുമ്പിലുള്ള. കറക്റ്റ് പട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് പട്ടി കുറച്ച് ചാടിയതുകൊണ്ട് രക്ഷപ്പെട്ടു, വഴിമാറി രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഈ ഗതി ഞങ്ങൾക്കും വരേണ്ടതാണ്. ഞങ്ങൾ ഒരാളാണ്, പേടിയാണ് ജീവിക്കാൻ. ഞങ്ങൾ ഒരാളാണ് ഈ മരിച്ചിരിക്കുന്നത്. എന്നും ഞങ്ങളുടെ വീട്ടിൽ വന്ന് വെള്ളം മേടിച്ച് കുടിച്ചു പോയ മനുഷ്യൻ, വിളിച്ചു പോകുന്ന മനുഷ്യൻ, അയാൾ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. സന്തോഷം എന്നറിയാൻ കഷ്ടപ്പെട്ട് ഭൂമി ജീവിച്ചിട്ട് ഈ ഗതി ചോര വാർന്നും പറമ്പിക്കിടന്ന് മരിക്കേണ്ട ഗതി വന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നാലും എടുത്തുകൊണ്ട് പോയത് ഈ കോരി എടുക്കാൻ നേരത്ത് മുറിയിലൂടെ കൈ കയറിപ്പോയി എന്നാണ് പറഞ്ഞത്. മുറിയിലൂടെ കൈ ആരാമാരി തുടച്ച് കയറിയിട്ട് വേദന അനുഭവിച്ച് മരിച്ചു. എന്ത് ചെയ്യും ഞങ്ങൾ? എന്ത് ചെയ്യും? ആർക്കും സംഭവിക്കാം, ഞങ്ങൾ ഓരോരുത്തർക്കും സംഭവിക്കാം. ആ അമ്മച്ചിയാണെങ്കിൽ കാലിന് സുഖമില്ലാത്ത അമ്മച്ചിയാണ്. ആ അമ്മച്ചിക്ക് ആരും വന്നില്ലെങ്കിൽ ഞങ്ങൾ അറിയില്ല.